കണ്ണൂർ കോർപ്പറേഷനിലെ UDF സീറ്റ് വിഭജനത്തിൽ ഇടഞ്ഞ് ലീഗ്. വാരം സീറ്റിൽ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ലീഗിന്റെ നീക്കം. ഇനി ചർച്ചയ്ക്കില്ലെന്നും ലീഗ്. വാരം, വൈത്തിലപ്പള്ളി, ആദികടലായി എന്നീ സീറ്റുകളിൽ ഒന്ന് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. സൗത്ത് ബസാർ നൽകാമെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, സീറ്റ് വിഭജനത്തിൽ UDFിൽ തർക്കം തുടരുകയാണോ? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. വിട്ടുവീഴ്ചയ്ക്കില്ല, ഒത്തുതീർപ്പിനില്ല എന്ന് ലീഗ് വ്യക്തമാക്കുന്നു. അതായത് UDFിനകത്തെ കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിൽ തർക്കം ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അരുൺ, 3 സീറ്റുകളിലാണ് ലീഗ് നിർബന്ധം പിടിക്കുന്നത്. വാരം, ആദികടലായി, വെത്തിലപ്പള്ളി എന്നിവയാണവ. പക്ഷേ അതല്ല, സൗത്ത് ബസാർ എന്ന സീറ്റ് നൽകി ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ആ സീറ്റ് തങ്ങൾ വിട്ടു നൽകാം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സന്നദ്ധത. പക്ഷേ ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്ന് ലീഗ് വ്യക്തമാക്കുന്നു. കാരണം കഴിഞ്ഞ തവണ തന്നെ തങ്ങൾക്ക് വാരം ഡിവിഷൻ നൽകാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് ഇത്തവണ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ലീഗിന്റെ പരാതി. വാരം എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് അവരുടെ അഭിമാന സീറ്റാണ്. കാരണം കൂടുതലും ലീഗ് പ്രവർത്തകരാണ്. അതിനാൽ തന്നെ ലീഗ് തന്നെ അവിടെ മത്സരിക്കണം എന്നുള്ള ആവശ്യം പ്രവർത്തകർക്കിടയിൽ വളരെ ശക്തമാണ്. അതിനാൽ തന്നെ ആ സീറ്റ് വിട്ടുകൊടുക്കാൻ ലീഗ് ഏതായാലും ഒരുക്കമല്ല. പട്ടിക ഇന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സീറ്റിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു സസ്പെൻസ് ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ വാരം സീറ്റ് വിട്ടു നൽകില്ല എന്ന് കോൺഗ്രസ് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാരം സീറ്റിലേക്ക് ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കൂടി നിലവിൽ ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു സമ്മർദ്ദ തന്ത്രമായിരിക്കും. അതിന് അടിയറവ് പറയേണ്ടി വരും കോൺഗ്രസ് ഒരു പക്ഷേ. അരുൺകുമാർ. ഓക്കെ, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്.